ഹേയ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കൊനാമി അങ്ങനെ 500 രൂപ കോയിൻ തന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് രാത്രി ഒരു 7:30 ആകുമ്പോഴത്തേനും കേട്ടോ ഗൈസ് ലൈവ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ് ചെയ്യേണ്ട നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഉറപ്പായിട്ടും ഗൈസ് സബ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ പാക്കിൽ നമ്മുടെ ഹസാഡിനെ അല്ലെങ്കിൽ ഹക്കാവിനെ അല്ലെങ്കിൽ ഡോഗ്പേനെ കിട്ടുന്ന ഒരു ട്രിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുറെ പേർക്ക് എനിക്ക് തോന്നുന്നു ഹസാഡിന് തന്നെയാണ് വേണ്ട. അപ്പം അങ്ങനെ ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകണം കേട്ടോ. ഉറപ്പായിട്ട് 100% നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ്. അപ്പം ഗൈസ് നാളെ ആയാലും നമ്മൾ നമ്മുടെ വേറൊരു ഇതില്ലേ ഫ്രീ ട്രൈ അതിന്റെ ഇടുന്നുണ്ട് ഉറപ്പായിട്ട്. അപ്പോൾ എല്ലാവരും നാളെ കാണാം. 11:25 ആകുമ്പോഴായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ട്രിക്കിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം പറയുകയാണെങ്കിൽ നല്ലൊരു കാർഡാണ് വന്നത്. ഓൾറെഡി എല്ലാവരും എന്താ പറയുക നമ്മുടെ ഹസാഡിന്റെ പാക്കിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കൊനാമി എന്തായാലും ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക 500 കോയിനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് സേവ് ചെയ്ത് വെക്കാൻ ഉറപ്പായിട്ട് നല്ല പാക്കുകൾ ഇനിയും വരുന്നുണ്ട് ക്രിസ്മസിനായാലും. അതുപോലെ തന്നെ മാക്സിമം ഇനിയിപ്പം മൺഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് PvP മാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോയിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് തന്നെ ഹസാഡിനെ ഫസ്റ്റ് ട്രൈ കിട്ടും. കാരണം ഉറപ്പായിട്ടും വേറൊന്നുമില്ല, നമ്മൾ ഈ ഒരു ട്രിക്ക് എന്താ പറയാ ഇങ്ങനെ എടുത്തിട്ടാണ് കുറെ പേർക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിക്ക് തന്നെ ഇടാന്ന് വെച്ചാൽ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ആൽബർട്ടിനെ എടുത്ത പോലെ ഇനി എനിക്ക് എന്റെ സെക്കൻഡ് അക്കൗണ്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഫസ്റ്റ് നമ്മുടെ ഡ്രോഗ് പെയിൻ എടുക്കുകയാണ്. ജസ്റ്റ് ഡ്രോഗ് പെയിൻ എടുത്ത് നമ്മൾ ജസ്റ്റ് എല്ലാ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ എഫക്റ്റീവ് കണ്ടീഷൻ തൊട്ടാലും കുഴപ്പമില്ല, ഞാൻ അതേപോലെ നോക്കുക. അതിനുശേഷം നമ്മുടെ ഹസാഡിനെ എടുക്കുക. എല്ലാവർക്കും ഹസാഡ് പാക്ക് ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, ഹസാഡിനെ എടുക്കുന്നു. ഇതേപോലെ തന്നെ സാധാരണ പോലെ നമ്മൾ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഗൈസ്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് പ്ലെയറിന്റെ ഗൈസ് ഷിൻജി ഹക്കാവ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ എടുക്കുക. ആ പ്ലെയറിനെ കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലെ ചെയ്യണം. നിങ്ങൾ ഉറപ്പായിട്ടും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണണേ. സ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു സാധാ സ്റ്റാൻഡേർഡ് പ്ലെയർ അല്ലേ, സ്റ്റോൺസിന് എടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം, അത് ആ പ്രൊബോളിറ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി വേറെ ഒന്നും ലൈസ് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് കുറച്ച് ഇതാവും എന്നാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇപ്പം 322 കോയിനാണ് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് പാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക കൊനാമി ഇങ്ങനെ 500 കോയിൻ തരുമെന്ന് പ്രതീക്ഷിച്ചെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്. അതിനുശേഷം നമ്മളിതാ ഇവിടെ ഒരു LWF ഉണ്ട്, തൊട്ടടിയിലായിരിക്കും പോട്ടർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാക്ക് എടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ഹൈലൈറ്റ് കാർഡാണ് ജസ്റ്റ് നോക്കുക കേട്ടോ ഗൈസ്. തൊട്ടടിയിൽ ഉണ്ടാവും, ചിലരെ ഇവിടെ മേലെ തന്നെ ഉണ്ടാവും. അതിനുശേഷം നമ്മളിതാ വീണ്ടും നമ്മുടെ പ്ലേയേഴ്സിനെ എടുക്കുകയാണ്. ഹക്കാവാനെ ഗൈസ് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒന്ന് കയറി സെക്കൻഡിനകത്ത് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. തേർഡും കയറി. ഇത് നമുക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് എല്ലാ പ്ലേയേഴ്സിന്റെയും കാര്യങ്ങളൊന്നും നോക്കുന്നു. നമ്മുടെ ഡബിൾ ടച്ച് പ്ലെയർ തന്നെയാണ് AMF ഗൈസ്. അതിനുശേഷം നമ്മുടെ ഡ്രോഗ് പെയിൻ എടുക്കുന്നു. ഓക്കെ, കാരണം എനിക്ക് ഹസാഡ് വേണമെന്നാണ്. കാരണം ഓൾറെഡി നമുക്ക് ഡ്രോപ്പ് കിട്ടിയിട്ടില്ല, പക്ഷെ കുറെ പേർക്ക് 2 ഡ്രോഗ് പെയിനൊക്കെ മറ്റു ഇതിനകത്ത് കിട്ടിയെന്നാണ് കേട്ടത് ഗൈസ്. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹസാഡിനെ കിട്ടും. കാരണം കുറെ പേര് എന്തായാലും ഹസാഡിനെ കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹെഡിങ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കാർഡാണ് ഗൈസ്. ഓക്കെ, വന്നിരിക്കുന്നത് നല്ല കാർഡുകളാണ് ഓൾറെഡി. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റ് കാർഡായ ഹാർവേ ഇലിയോട്ട് എന്ന് പറഞ്ഞൊരു പ്ലെയറിലെ ഗൈസ് മെല്ലെ ചെയ്താൽ മതി. നിങ്ങൾ ഉറപ്പായിട്ട് മെല്ലെ ചെയ്താൽ മതി, അതിനകത്തുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ഇതാ തൊട്ടൊന്ന് ബാക്കോട്ട് വരിക. ജസ്റ്റ് ഗൈസ് റെക്കോർഡാണോ നോക്കിയത് വീഡിയോ. ഫ്രീ ട്രൈ കൊടുക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാർഡാണ്. എനിക്കിപ്പം ഏതാ കിട്ടിയത് നമുക്ക് നോക്കാം രാവിലെ തന്നെ ഗൈസ്. ഓക്കെ, എടാ യെല്ലോ ഇല്ല ഗൈസ്, എനിക്ക് കിട്ടിയത് ബേസ് ആണ്. അപ്പോൾ എന്താ പറയുക ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും. എന്താ പറയുക ഇതേ ട്രിക്കാണ് നമ്മൾ പല അക്കൗണ്ടിൽ യൂസ് ചെയ്ത് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ഇടാൻ കാരണം. നമുക്ക് അടാമായാണ് കിട്ടിയത് RWF. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും സബ് ചെയ്യാൻ വിട്ടുകൊണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യാണ്ടിരിക്കില്ലേ. നമ്മൾ road to 6K ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ട്രിക്കാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ആൽബർട്ടിനെ ആണെങ്കിലും ടെന്നീസ് ലോനൊക്കെ അതുപോലെ MSN പാക്ക് എല്ലാം ഇതിനാളെയാണ് കറക്കിയത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹസാഡിനെ കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അതുപോലെ നൈറ്റ് ആയിരിക്കും നമ്മൾ ലൈവ് ഉണ്ടാവാം. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.